നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം കുമാരപുരം പൊതുജനം റോഡിലാണ് കേട്ടോ. പൊതുജനം റോഡിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാറി 4.5 സെൻറ്റിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റ് തൊട്ട ഒരു ബ്രാൻഡ് ന്യൂ വീടാണ് നമുക്കൊന്ന് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ മെഡിക്കൽ കോളേജ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ കുമാരപുരം അതുപോലെ തന്നെ ഏകദേശം പട്ടം മരപ്പാലം ആ സൈഡിലൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. 4.5 സെൻറ്റിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അകത്തേക്ക് കയറുമ്പോൾ നല്ല ഗ്രൗണ്ട് പോലെ കിടക്കുന്ന കാർ പാർക്കിംഗ്, ഏത് SUV ടൈപ്പും അനായാസേനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള 2 വാഹനങ്ങൾ ഈസിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ സൈഡിലേക്ക് നമുക്ക് അകത്തേക്ക് കയറി പോകാനുള്ള ഒരു വഴി കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായ രീതിയിലേക്ക് ഗാർഡനിങ്ങും അതുപോലെ തന്നെ ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള നമുക്ക് ഏകദേശം സ്റ്റോൺ വർക്ക്, അത് കല്ലിൻ്റെ വർക്കൊക്കെ ചെയ്ത് 2 സൈഡും ഗാർഡൻ പച്ചപ്പൊക്കെ നിറഞ്ഞുകൊണ്ടുള്ള അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു വഴിയോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിലും അതുപോലെ തന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലും ഒക്കെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അത്യാവശ്യം നല്ല ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏരിയയാണ്. അത്യാവശ്യം നല്ലൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് വാല്യൂലൊക്കെ നമ്മൾ ഏകദേശം ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല വീടുകൾ, നല്ല ഒരു പ്രീമിയം ടൈപ്പ് വീടുകളാണ് ഇതിൻ്റെ എല്ലാ ചുറ്റുവട്ടത്തും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് താഴെ നമുക്ക് മെഡിക്കൽ കോളേജിലോ ഉള്ളൂരോ അതുപോലെ തന്നെ പോങ്ങുമൂട് അതുപോലെ തന്നെ പട്ടം, കോസ്മോ ഹോസ്പിറ്റൽ, കിംസ്, പിന്നെ അനന്തപുരി അല്ലെങ്കിൽ ഹൈവേയിലേക്ക് പോകാനൊക്കെ എല്ലായിടത്തേക്കും പോകാനായിട്ട് നമുക്ക് ഏകദേശം 5 മിനിറ്റിൽ താഴെ എത്താൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അകത്തേക്ക് കയറുമ്പോൾ പൂർണ്ണമായും തേക്കിൻ തടിയിൽ ഒരു പ്രീമിയം ടൈപ്പ് ഫീലിങ്സ് തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു വാതിലുകളുടെ നിർമ്മാണമാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നല്ല വൈഡ് ആയിട്ടുള്ള മോഡൽ ഹോളാണ് കൊടുത്തിരിക്കുന്നത്. ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ നല്ല വൈഡ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് ഒരു മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ ചോയ്സ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, വർക്കിംഗ് പ്രോഗ്രസ്സിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. നമുക്കിതിൻ്റെ ബാത്റൂംസിൻ്റെ ഫിറ്റിങ്സുകളായാലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിസൈനുകളായാലോ അല്ലെങ്കിൽ കിച്ചണിലേക്കുള്ള സ്ലാബൊക്കെ ആയാലോ നമുക്ക് കസ്റ്റമർ ചോയ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇഷ്ടത്തിന് മേടിക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ വർക്ക് ചെയ്ത് കൊടുക്കും. ഇല്ല അവർക്ക് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസോടുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ്. നമുക്കിവിടെ വാഷ് ബേസിൻ്റെയൊക്കെ പോർഷൻ തന്നെ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കസ്റ്റമർ ചോയ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഓൾമോസ്റ്റ് വോൾ ടൈൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്ലാബ് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് നമുക്ക് കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാനായിട്ടുള്ള ഒരു വാതിലുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്ന വീട്ടമ്മമാർക്ക് നല്ല കാറ്റും വെളിച്ചവും അല്ലെങ്കിൽ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് ഇവിടെ നല്ല വിൻഡോകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിടുകയോ ഇപ്പോൾ നമുക്ക് നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കാണാം. നമുക്ക് ഇതുവഴി കാണുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീടിൻ്റെയൊക്കെ ഒരു വിഷ്വൽ കാണാൻ പറ്റും. നല്ല റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് ഈ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വന്ന് വാതിലുകൾ, അതായത് നമ്മുടെ ഹോൺ ബെല്ലൊക്കെ അടിച്ചാൽ നമുക്ക് അമ്മമാർക്ക് തന്നെ ഇവിടെ ജസ്റ്റ് നോക്കാം ആരാണ്. കള്ളന്മാരാണെങ്കിൽ അതുവഴി പറഞ്ഞു വിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് ഗസ്റ്റുകളാണെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കും ഈ സൈഡിലേക്കും നല്ല വിൻഡോകളെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നല്ലൊരു ഇപ്പം ഇലക്ട്രിസിറ്റിയൊക്കെ ഇല്ലാത്ത ടൈം പോലും നമുക്ക് എയർ സർക്കുലേഷൻ നന്നായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും നല്ല സ്ഥല സൗകര്യമുള്ള അല്ലെങ്കിൽ നല്ല ഒരു കൺജസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ല കേട്ടോ. നല്ല ലക്ഷറി ഹൗസ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഹൗസ് എന്നുള്ള രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. അത് നമുക്ക് എന്തുകൊണ്ടും ഇതിനകത്ത് കയറുമ്പോൾ ഫീലിങ്സ് മനസ്സിലാവും. ഇതിൽ ഇന്ത്യയിൽ വർക്കും അതുപോലെ തന്നെ ഫർണിച്ചറിൻ്റെയൊക്കെ ഇത് സെറ്റിങ് സോഫയൊക്കെ വന്നു കഴിയുമ്പം വേറെ എക്സ്ട്രീം ലെവൽ വേറെ ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. സാധാരണ ലെവലിലേക്ക് നമുക്ക് വിൽക്കാനായിട്ട് പെട്ടെന്ന് വെച്ചിട്ട് അതിനകത്ത് കുറേ ഇന്റീരിയർ വർക്കും അതുപോലെ തന്നെ കുറേ സോഫയൊക്കെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു മാർക്കറ്റിംഗ് രീതിയിലല്ല ഈ വീട് കൊടുക്കുന്നത്. ഓണർ തന്നെ ഡയറക്റ്റ് വെച്ച് സെയിൽ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. താഴത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂം, ടോട്ടൽ 4 ബെഡ്റൂമുകളിലാണ് ഇതിൽ നിർമ്മാണം വന്നിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. സ്ഥല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്തൊരു പ്രോപ്പർട്ടി. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബെഡ്റൂമിൽ തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് റൂമും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് എല്ലാ ബെഡ്റൂംസും കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ സൈസ് ആയാലും അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസാണ്. വ്യത്യസ്തമായ ഒരുപാട് ഡിസൈൻ പാറ്റേണുകൾ കൂടിയിട്ടുള്ള
എന്താ പറയുക ടൈൽ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിലൊക്കെ ആയാലും ഒരുപാട് നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി, അതിൽ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. ആ രീതിയിലേക്കുള്ള ഡിസൈൻ പാറ്റേണിലാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിനകത്ത് ഫിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല എന്ന്. എപ്പോഴും പറഞ്ഞ് റിപ്പീറ്റേഷൻ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ കേഴ്സ് കംപ്ലീറ്റ് ആയിട്ടും ഫ്ലോർ കംപ്ലീറ്റും ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലുമാണ് കേട്ടോ. ബ്ലാക്കും ഒരു വൈറ്റ് ആഷ് കളറായിട്ടുള്ള ഒരു ടൈൽ പാറ്റേൺ ഡിസൈൻ രീതി കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽ കംപ്ലീറ്റ് ഗ്ലാസും വുഡും തമ്മിലാണ് ഒരു കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ടും വളരെ വ്യത്യസ്തവും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുമുള്ള ഒരു ഡിസൈൻ പാറ്റേൺ. അത് എന്തായാലും നല്ലൊരു ബ്രാൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു കൺസ്ട്രക്ഷൻ കൂടിയാണ്. മുകളിലേക്ക് കയറി വരുമ്പം അതിവിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയയിലേക്കാണ് എത്തുന്നത്. മുകളിലത്തെ ഫുൾ 3 ബെഡ്റൂമാണ് കേട്ടോ. ഹോളിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നമുക്ക് ഇവിടെയൊക്കെ TV സ്റ്റാൻഡും ഒക്കെ വെച്ച് മറ്റുള്ളവർ ചെയ്തിട്ട ഇന്ത്യൻ ഡിസൈനും അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട ഫർണിച്ചർ യൂസ് ചെയ്യുന്നേക്കാളും നമുക്ക് അതിൽ കുറച്ച് പ്രോപ്പർട്ടി മേടിച്ച് നമ്മുടേതായ ഇഷ്ടത്തിലൊരു വീട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയിട്ടുള്ള പ്രോപ്പർട്ടി. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ വീഡിയോ മിസ് ചെയ്യല്, ഈ പ്രോപ്പർട്ടിയും മിസ് ചെയ്യരുത്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പം താഴത്തതാണോ മുകളിലത്താണോ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. രണ്ടും ഹെവി സൈസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഉള്ള ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഡിസൈനോടൊന്നും നോർമൽ പ്രീമിയം ടൈപ്പിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ വേറെ വ്യത്യസ്തമായ ഒരുപാട് ഡിസൈൻ പാറ്റേണോ കളറും അതുപോലെ ഒരുപാട് കളർ ലൈറ്റൊന്നും കൊടുത്ത് ഡിസ്റ്റർബ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ രീതിയിൽ ചെയ്യാൻ പറ്റും. ആ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെ ചെയ്തിട്ടുള്ളത്. അവിടെയും ഡ്രസ്സിംഗ് റൂമിൻ്റെ ഓപ്ഷൻ കൊടുത്തു. ഈ ഡ്രസ്സിംഗ് റൂം ആയാലും ബാത്റൂം ആയാലും നല്ല വൈഡ് ആയിട്ടുള്ള നല്ല സ്ഥല സൗകര്യത്തോടു കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫിറ്റിങ്സ് നമുക്ക് കസ്റ്റമർ ചോയ്സ്. മുകളിലത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഡിസൈൻ മറ്റുള്ള സ്ഥലത്ത് കാണുന്നത് പോലെ തന്നെ ലൈറ്റ്സും വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സീലിംഗുമാണ് ചെയ്തിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലേക്കുള്ള കുറച്ച് ഡിസൈൻ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ വിൻഡോയൊക്കെ കുറച്ച് മോഡൽസ് ആയിട്ടുള്ള വിൻഡോകളും അതുപോലെ ഹൈറ്റ് കൂടുതലായിട്ടുള്ള വിൻഡോസുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടവും വെളിച്ചവും എയർ സർക്കുലേഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് കയറി വരുന്ന രീതിയിലേക്കും ഈ ഒരു പോർഷനിൽ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റോറേജ് അലമാരയൊക്കെ പണിയാനായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ബാത്റൂമിലേക്ക് വരുമ്പോൾ ബാത്റൂം ആയാലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂം സൈസ്, വ്യത്യസ്തമായ കളർ പാറ്റേൺ, ഒരു ടൈൽ പാറ്റേൺ, ഫിറ്റിങ്സ് എല്ലാം കസ്റ്റമർ ചോയ്സ്. മുകളിലത്തെ ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും വിൻഡോകളും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു വ്യത്യസ്തമായ വിൻഡോസുകളൊക്കെ കൊടുത്ത് ആ ഒരു വീടിനെ വളരെ മനോഹരമായ രീതിയിലേക്ക് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് അതിൻ്റെ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൽ വ്യത്യസ്തമായ ഡിസൈൻ പാറ്റേണുള്ള ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫിറ്റിങ്സുകൾ കംപ്ലീറ്റും കസ്റ്റമർ ചോയ്സ്. മുകളിലത്തെ ഫ്ലോറിലെ ഹോളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബാൽക്കണി ഏരിയയിലേക്ക് ഇറങ്ങുന്ന ഒരു ഫീലിങ്സിലാണ് അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ നിർമ്മാണം വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റെയർ കേഴ്സും അത് മെറ്റലിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലൊക്കെ ഒരു വളരെ മനോഹരമായ രീതിയിലേക്ക് എയർ സർക്കുലേഷൻ കയറി വരുന്ന രീതിയിലേക്കും അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഒരു കോർട്ട്യാർഡിൻ്റെയൊക്കെ ഒരു ഫീലിങ്സ് തോന്നുന്ന തരത്തിലേക്കൊക്കെ ഒരു നിർമ്മാണം, അതെല്ലാം സ്ക്വയർ പൈപ്പും അതുപോലെ തന്നെ മുകളിലേക്കൊക്കെ ഉള്ള ഷീറ്റും ഇട്ടിട്ടുണ്ട്. തന്നെ ഈ മഴ പെയ്യുമ്പോൾ നനയത്തുമില്ല, പക്ഷേ എന്നാൽ കാറ്റും വെളിച്ചവും ധാരാളം കയറുന്ന രീതിയിലേക്കുള്ള ഒരു നിർമ്മാണ രീതിയാണ് വന്നിരിക്കുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഫുൾ ടെറസ് ഏരിയ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിഷ്വലും കൂടെ ഞാനത് ആഡ് ചെയ്യാം. നല്ല ഒന്നാമത്തെ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ ഉള്ളൂർ, മെഡിക്കൽ കോളേജ്, കുമാരപുരം, അതുപോലെ തന്നെ നമുക്ക് ഈ ഹോസ്പിറ്റലൊക്കെ അടുത്തായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതുപോലെ തന്നെ പെട്ടെന്ന് റോഡിൽ നിന്ന് 500 മീറ്റർ മാത്രം മാറിയാണ് പൊതുജൻ റോഡ്. ശരിക്കും പറഞ്ഞാൽ കുമാരപുരം പൊതുജൻ റോഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 4.5 സെൻറ്റാണ്, 2000 സ്ക്വയർ ഫീറ്റാണ്. ഒരു പുതിയ വീട് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ കസ്റ്റമർ ചോയ്സ് എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനമായ കാരണം നിങ്ങളാണ് ഇതിൽ പർച്ചേസ് ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം നിങ്ങളാണ് മേടിക്കുന്നതെങ്കിൽ 1,35,00,000 രൂപയും, അല്ല ഇതിനെ കംപ്ലീറ്റ് വർക്ക് തീർത്ത് തരണമെങ്കിൽ 1,45,00,000 രൂപയാണ് ഈ പ്രോപ്പർട്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ.